ഞാൻ വിചാരിച്ചത് മുൻ MLA ക്ക് അല്പമെങ്കിലും സാമാന്യ ബുദ്ധിയുണ്ടെന്നാണ്. ഒരുപക്ഷെ തോൽവിയുടെ ആശങ്കയിൽ അദ്ദേഹം ആ ബുദ്ധി പണയം വെച്ചിട്ടുണ്ടാകാം. എന്തായാലും ഇന്നലെ അദ്ദേഹം ഒരു കാറിൽ അഭിമുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇങ്ങോട്ട് കൈ കാണിച്ചു. മുൻ MLA അവിടുന്ന് ഇങ്ങോട്ട് കൈ കാണിച്ചു. അത് വളരെ പോസിറ്റീവായ മാറ്റമാണ്. ഇനിയും കൈ കാണിക്കേണ്ടി വരും എന്നുള്ളതിന്റെ സൂചനയിൽ ഞാൻ വളരെ വളരെ പ്രസന്നവതനായിട്ട് തന്നെ ഞാൻ ആദ്യം കൈ ഇങ്ങനെ കാണിക്കാൻ ഇങ്ങനെ പൊക്കുമ്പോഴേക്കും ദൂരെ നിന്ന് തന്നെ അത് ഇങ്ങനെ പൊക്കുക. ഇനിയിപ്പോ അതൊരു പ്രശ്നമുണ്ടാന്ന് വെച്ചിട്ട് എവിടെ ആയിരിക്കാം. അപ്പോ ഇനി നേരിട്ട് തന്നെ കൈ കൊടുക്കൽ ഉടൻ ഉണ്ടാവുന്നു പ്രതീക്ഷിക്കും. പിന്നെ ഞാൻ 23-ാം തീയതി റിസൾട്ട് അറിഞ്ഞാൽ ആദ്യം പോകുന്ന 2-3 സ്ഥലങ്ങളുണ്ട്. അതൊന്ന് പാലക്കാടത്തെ മുൻ MLA യുടെ ഓഫീസായിരിക്കും. കാരണം പാലക്കാടത്തെ മുൻ MLA യിൽ നിന്നാണല്ലോ ഈ പുതിയ ആളാകാൻ നിയോഗിക്കപ്പെട്ടാൽ, വീണ്ടും പറയുന്നു നിയോഗിക്കപ്പെട്ടാൽ അത് ഏറ്റുവാങ്ങേണ്ടത്. അപ്പോൾ യൂത്ത് കോൺഗ്രസിലും ഒക്കെ മിനിറ്റ്സ് ബുക്ക് കൈമാറാന്ന് പറഞ്ഞൊരു കലാപരിപാടിയുണ്ട്. തരാൻ മിനിറ്റ്സ് ബുക്ക് ഒന്നും ഇല്ല അവിടെ. കാരണം മിനിറ്റ് ചെയ്യാൻ മാത്രം ഒരു പ്രവർത്തനം ഇവിടെ നടന്നിട്ടില്ല. എന്നാൽ പോലും അദ്ദേഹത്തിന്റെ ആശീർവാദങ്ങൾ സ്വീകരിക്കാൻ ഞാനൊരു എനിക്കൊരു ഉത്തരവാദിത്തമുണ്ട്. പാലക്കാടിന്റെ MLA യുടെ ഓഫീസിൽ ഞാൻ 23-ാം തീയതി റിസൾട്ട് അറിഞ്ഞാൽ പോകും. DCC ഓഫീസിൽ ഞാൻ പോകും. ലീഗിന്റെ ഓഫീസിൽ ഞാൻ പോകും. UDF-ന്റേതായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ മിക്കവാറും അത് പൊളിച്ച് കളയാനാണ് സാധ്യത. ഇന്നും നാളെയായിട്ട് കൃത്യമായ വിലയിരുത്തൽ വരുമ്പോൾ ആ ഓഫീസ് ആ ബോർഡ് എടുത്ത് മാറ്റിയിട്ടില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ UDF-ന്റെ ഓഫീസിലേക്കും ഞാൻ പോകും. ഇത് 4 ഞാൻ ചെയ്യും. MP-യുടെ ഓഫീസിലേക്ക് ഞാനും MP-യുടെ രാഷ്ട്രീയവും തമ്മിൽ ഒരു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവരോടാണല്ലോ ഞാൻ ഈ കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടത്, ഞാൻ നന്ദി പറയേണ്ടത്. അപ്പൊ നന്ദി പറയേണ്ടവരടുത്തേക്കാണ് ഞാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട നന്ദി പറയാൻ തിരുവനന്തപുരത്തേക്ക് കൂടി പോകണം. ഞാൻ പ്രതിപക്ഷ നേതാവിന്റെ അപ്പോയിന്റ്മെന്റ് ചോദിച്ചിരുന്നു. റിസൾട്ട് അറിഞ്ഞതിന്റെ പിറ്റേ ദിവസം അദ്ദേഹം പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് തുടരുന്നുണ്ടെങ്കിൽ ഒരു സാധാരണ പൗരൻ എന്നുള്ള രീതിയിൽ ഏതൊരാൾക്കും കയറി ചെല്ലാവുന്ന ഓഫീസാണല്ലോ പ്രതിപക്ഷ നേതാവിന്റെ കണ്ടോൺമെന്റ് ഓഫീസ്. ഇനി ഒരു 10 മിനിറ്റ് അപ്പോയിന്റ്മെന്റ് വേണം പ്രതിപക്ഷ നേതാവായി തുടരുകയാണെങ്കിൽ 24-ാം തീയതി. പിന്നെ അഥവാ പരാജയപ്പെട്ടാൽ ഇഷാഫിനെ കാണോ? പിന്നെന്താ? അങ്ങനെയാണെങ്കിലും എന്താണ് ഇങ്ങനെ ഒരു ചോദ്യം? എനിക്ക് അങ്ങനത്തെ ഒരു സങ്കോചങ്ങളും ഇല്ല. പരാജയപ്പെട്ടാലും ബഹുമാനപ്പെട്ട മുൻ MLA-യും കാണും, തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ MLA-യും കാണും. അങ്ങനെയല്ലേ പാലക്കാട് നിലയുറപ്പിക്കേണ്ടത്? പാലക്കാട് നിലയുറപ്പിച്ച് ഇവിടെ തന്നെ ഉണ്ടാവും.